ആര് ഭരിച്ചാലും കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സി എ എയിൽ കേന്ദ്രത്തിനെതിരെയാണ് ജനവിധി വരിക. സമസ്തയുമായി യു ഡി എഫിന് ഒരു പ്രശ്നവുമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സി എ എ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രചരണ വിഷയമാണ്. പ്രത്യേകിച്ച് എൽ ഡി എഫ് ഇപ്പോൾ അവരുടെ റാലികൾ നടത്തുന്നു, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. സി എ എ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറി. തെരഞ്ഞെടുപ്പിൽ സി എ എ എങ്ങനെയായിരിക്കും കേരളത്തിൽ പ്രതിഫലിക്കുക? ഇന്ത്യയിലൊക്കെ ഒരുപോലെയാണ് സി എ. അത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അവിടെ ഭരണമാറ്റം വേണം. ഇതാർക്കും അറിഞ്ഞുകൂടാത്ത. കേരളത്തിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇപ്പോൾ ബി ജെ പി അല്ലല്ലോ ഭരിക്കുന്നത്. ഞങ്ങൾ ഭരിച്ചാലും സി എ നടപ്പിലാക്കില്ല. അതുകൊണ്ട് അതിനകത്ത് കാര്യമില്ല. ഇവിടെ യു ഡി എഫ് ഭരിച്ചാലും സി എ നടപ്പിലാക്കുമോ? ഇല്ലല്ലോ. എൽ ഡി എഫ് ഭരിച്ചാലും നടപ്പിലാക്കില്ല. പക്ഷേ അവിടെ ഭരണമാറ്റം ഉണ്ടാവണം. അതാണ് പ്രധാനം. ഞങ്ങളുടെ വാക്കതാണ്. കാരണം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇനിയും കോൺഗ്രസ് ഭരിക്കണം, അപ്പോൾ ഒരു വിഷയം ഉണ്ടാകും. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഈ വാർത്താ മാധ്യമങ്ങൾ പെരുപ്പിക്കുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എല്ലാ കാലത്തൊക്കെ ഉള്ള ഒരു ഡിബേറ്റും കോൺട്രവേഴ്സിയും ഒക്കെ ഉള്ളൂ. സമസ്ത അങ്ങനെ ഒരു രാഷ്ട്രീയം ഏറ്റെടുത്ത് നടത്തുന്നതായി ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. കുറേ വേദികളിൽ പലരും പ്രത്യക്ഷപ്പെടില്ലേ, അവരൊക്കെ പറഞ്ഞ് അതൊക്കെ സംഘടനയുടെ അഭിപ്രായമാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് നിങ്ങൾ ആരെ ഒരാളെ കിട്ടിയാൽ മതി, നിങ്ങളതങ്ങ് സംഘടനയാക്കി മാറ്റും. എല്ലാ സംഘടനകളും ഞങ്ങളുടെ വേദിയിലുണ്ട്. എത്രയോ വേദിയിലായില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ 15-ാം തീയതി ഈ യു ഡി എഫിൻ്റെ റാലിയുണ്ട്, അതിലും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായില്ല. അതിപ്പോൾ ഈ പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ലേ. പി കെ കുഞ്ഞാലിക്കുട്ടി മനസ്സ് തുറന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചെന്നറിയാൻ കൂടുതൽ വിശദാംശങ്ങൾക്കായി കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം തത്സമയം വീണ്ടും ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കുഞ്ഞാലിക്കുട്ടി കൃത്യമായ രാഷ്ട്രീയം പറയുകയാണ്. അതായത് സി എ എ പ്രചരണം ഇടതുമുന്നണിക്ക് കേരളത്തിൽ വോട്ട് ബാങ്കായി മാറും, ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ എൽ ഡി എഫിലേക്ക് പോകുമെന്നുള്ള പൊതുവിലയിരുത്തലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് കേന്ദ്ര നിയമമാണ്, കേരളത്തിൽ യു ഡി എഫ് ഭരിച്ചാലും സി എ എ നടപ്പാക്കില്ല. അതായത് ഇത് മറ്റ് യു ഡി എഫ് നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം കേന്ദ്ര നിയമം നടപ്പാക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഏറെയും പറഞ്ഞതെന്ന് എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും. പക്ഷേ എന്നാൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് യു ഡി എഫ് ഭരിച്ചാലും ഞങ്ങൾ ഭരിച്ചാലും നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ കേന്ദ്ര നിയമമാണ്, കേന്ദ്ര സർക്കാരാണ് മാറേണ്ടത്. കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള രാഷ്ട്രീയമാണ് കുഞ്ഞാലിക്കുട്ടി നമുക്ക് അനുവദിച്ച 1-to-1-ൽ പ്രതികരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമസ്ത വിഷയത്തിൽ സമസ്തയുമായി എക്കാലത്തും ഉള്ളതുപോലെയുള്ള ചെറിയ കോൺട്രവേഴ്സികളും സംവാദങ്ങളും ഒക്കെ ഉള്ളൂ, മറ്റു പ്രശ്നങ്ങളില്ല, അത് മാധ്യമങ്ങൾ പെരുപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു. ഇടതുവേദികളിൽ ഇടതു രാഷ്ട്രീയം സമസ്ത ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമില്ല, അങ്ങനെ ഒരു ഉണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊന്ന്, ആരെങ്കിലും വേദികളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളത് വലിയ വാർത്തയാക്കി മാറ്റുന്നതാണ്. അതായത് സമസ്തയുടെ ഇടതുവേദികളിലെ സ്ഥിരമായുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം പറയുന്നു സമസ്തയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല എന്നുള്ളത്. അതായത് രണ്ട് നിർണായക വിഷയത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത്. സമസ്തയും ലീഗും യു ഡി എഫും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. പതിവ് പോലുള്ള എന്തെങ്കിലും വിഷയങ്ങളല്ലാതെ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലേക്ക് സമസ്ത ഉണ്ടാകില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, സി എ എ വിഷയത്തിൽ കേരളത്തിൽ യു ഡി എഫ് ഭരിച്ചാലും സി എ എ നടപ്പാക്കില്ല, കേന്ദ്രത്തിലാണ് ഭരണമാറ്റം ഉണ്ടാകേണ്ടതെന്ന ഒരു പുതിയ രാഷ്ട്രീയം പറയലാണ് കുഞ്ഞാലിക്കുട്ടി നമ്മുടെ 24-ന് അനുവദിച്ച കൊച്ചു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എസ് കെ എൻ. താങ്ക് യു ദീപക് തർമ്മടം.